വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സ്. ഇന്ന് നമ്മൾ ഒരു ചക്കയുടെ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, പ്ലാവിൽ നിറയെ ചക്കയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചക്ക ഞാനൊന്ന് വെട്ടിയെടുത്തു. അതൊക്കെ ഒന്ന് മുറിച്ച് ചകിണിയൊക്കെ ഒന്ന് കളഞ്ഞ് ഞാനിവിടെ പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ചക്ക വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, പല നാട്ടിലും പല രീതിയിലാണ് ചക്ക വേവിക്കുന്നത്. അപ്പം ഞാൻ എളുപ്പം തന്നെ ചക്ക എങ്ങനെയാണ് വേവിക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ദേ ചക്കക്കുരുവൊക്കെ കളഞ്ഞ് ചകിണിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് കുറച്ചേ കാണിക്കുന്നുള്ളൂ. അപ്പം ഞാനൊന്ന് അരിഞ്ഞു വരട്ടെ. അപ്പോൾ ഇതാ ചക്കയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു ഒതുക്കമുള്ള ഒരു പാത്രത്തിനകത്ത് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് കുഴയ്ക്കാനും അത് വേകാനും ഒക്കെ നല്ലതായിരിക്കും. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 2 സ്പൂണ് ഉപ്പും ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം ആദ്യം തന്നെ ഉപ്പിട്ടെങ്കിലേ ശരിയാവത്തുള്ളൂ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണം. അപ്പം നമുക്കിത് ഗ്യാസിലോട്ട് എടുത്ത് വെക്കാം. 10 മിനിറ്റ് വേണം ഇത് വേകാനായിട്ട്. അപ്പം ആദ്യം ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. ഇത് അടുപ്പത്ത് വെച്ചു. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാവുന്ന വെള്ളമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് പറ്റി വരുന്നുണ്ട്. എന്നാലും കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിലെ ചക്കയെല്ലാം കൂടെ എടുത്താൽ മുകളിലോട്ടൊന്ന് ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അന്നേരം എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരും. മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഒന്നുകൂടെ അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു 3 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പ് വേണം. ഞാനിവിടെ 1 മുറി തേങ്ങയെ ചിരകി വെച്ചിട്ടുണ്ട്. 2 കഷ്ണം വെളുത്തുള്ളിയെ, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല ചക്കയ്ക്ക്. കാരണം വിഷാംശം മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത്. ചക്കയ്ക്ക് ഒരു വിഷവും ഇല്ല. നമ്മൾ ഏറ്റവും ആർക്കും ഏത് അസുഖക്കാർക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചക്ക എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ കാന്താരി കണ്ടില്ലേ, നമ്മുടെ പ്രിയപ്പെട്ട കാന്താരി നല്ല പഴുത്ത് ചുമന്ന് നിൽക്കുന്നതാണ്. അപ്പം ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി ഞാൻ അതിൻ്റെ ഞെടുപ്പെല്ലാം കൂടെ കളഞ്ഞ് ഫ്രീസറിൽ വെച്ച് കുറച്ച് ഉപ്പും ഇച്ചിരി വിനാഗിരിയും കൂടി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം കേടാവത്തില്ല കേട്ടോ. അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം എരിയൊക്കെ വേണമല്ലോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പച്ചമുളക് ഇടുന്നില്ല, കാന്താരി ഇട്ട് അരയ്ക്കുന്നതാണ് ഒരു ടേസ്റ്റ്. ഇനി നമുക്കൊരല്പം ചെറിയ ജീരകം കൂടെ വേണം. കുറച്ച് ചെറിയ ജീരകം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അങ്ങ് അരയണ്ട, ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചക്കയിലൊന്ന് നോക്കാം. ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി 3 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ ഇനി ഒന്ന് ഇളക്കി നോക്കാം. നന്നായിട്ട് കുഴഞ്ഞ് വരുന്നുണ്ട് ചക്ക. ഇപ്പം തന്നെ പൊട്ടി ചക്ക ആയതുകൊണ്ടാണ് വലിയ കളറില്ലാത്തത് കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് വിളയണമായിരുന്നു. പൊട്ടി ചക്കയാണ്. അപ്പം നമ്മുടെ അരപ്പ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കളർഫുള്ളായിട്ടുണ്ട്. എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമുക്കിത് വേണമെങ്കിൽ കടുക് വറക്കുമ്പോൾ ഈ അരപ്പും കൂടെ ചേർത്ത് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ ചക്ക ചേർക്കാം. ഞാനിപ്പം കടുക് വറക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ആ പച്ചമണമൊക്കെ അങ്ങ് മാറും. ഞാൻ ചെറുതായിട്ട് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു തുടുപ്പെന്ന് പറയും ഈ ഒരു സംഭവത്തിന്. ഒരു കമ്പ്, നല്ല കട്ടിയുള്ളൊരു കമ്പാണ്. അല്ലെങ്കിൽ നമ്മുടെ തവിയുടെ ആ ബാക്ക് സൈഡ് കൊണ്ടിട്ട് ഇളക്കിയാലും മതി. നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരും. അപ്പം ഞാനിത് നല്ലതായിട്ട് ചെത്തി ഒരുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ, കപ്പയും ചക്കയൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെ ഇളക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് വരും. കണ്ടോ. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ കടുക് വറക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ല, നിങ്ങൾക്ക് കടുക് വറക്കുന്നുണ്ടെങ്കിൽ കടുക് വറക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് വറുത്തിട്ട് തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. ഞാനിപ്പം കടുക് വറക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കിയായിരുന്നു. ഉപ്പും എരി എല്ലാം പാകത്തിനുണ്ട്. ഒരുപാടൊന്നും എരി വേണ്ടല്ലോ നമുക്ക്.
സാമാന്യം ഒരു എരിവ് മതി, അത്രയും മതി. അതാ നമ്മുടെ ചക്ക റെഡി ആയിട്ടിരിക്കുകയാണ്. നന്നായിട്ട് കുഴഞ്ഞു വന്നു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചക്ക ഇഷ്ടമുള്ളവർ എല്ലാം ചക്കയൊക്കെ ഉണ്ടാക്കി നോക്കണം. ദാ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുണ്ട്. എല്ലാവർക്കും കഴിക്കാൻ തോന്നില്ലേ? ഇത് കണ്ടിട്ട് തന്നെ മലയാളികളുടെ ഇഷ്ട വിഭവമാണ് ചക്ക കപ്പ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ബാക്കി വരുവാണെങ്കിൽ അത് പഴങ്കഞ്ഞി അടിക്കാൻ സൂപ്പറാണ്. പിറ്റേ ദിവസം ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നല്ല പഴങ്കഞ്ഞിയൊക്കെ അങ്ങോട്ട് കഴിക്കുവാണെങ്കിൽ അതിലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മീൻകറിയും അല്ലെങ്കിൽ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാങ്ങ ചമ്മന്തി അതിലും ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്